അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു വീഡിയോ കണ്ടത് കാരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം. ഇന്നലെ കോഴിക്കോട് ഈരാനൊരു വീഡിയോ കണ്ടു. ഒരാളെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ബ്ലഡ് മണി അടിച്ചു മാറ്റുന്നു. അതേ പറഞ്ഞു, ബാക്കി അതിന് മുന്നോട്ട് ഒന്നും പറഞ്ഞില്ല. ഈ മരിച്ച ആള് 40-45 വർഷങ്ങൾ നാട്ടിൽ പോയില്ല. പാസ്പോർട്ടിലായി വിസ ഇല്ലായിരുന്നു. ഷാർജയില് ഇയാളല്ല ഈ പറയുന്ന ആളെല്ലാം മരിച്ചവനെ വിളിച്ചത് കൂടല്ലൂരിലൊരു കുട്ടിക്കാന്ന് പാലക്കാട് ജില്ലയുടെ KMCCന്റെ അന്നത്തെ പ്രസിഡന്റ് പോലും മൂപ്പർ എന്നെ വിളിച്ചപ്പോൾ ഈ കടയിൽ പോയി ഇയാൾക്ക് എന്താ പരിപാടി വെച്ചാൽ ഷാർജ ഡ്രൈവിംഗ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ചായക്കടയായിരുന്നു. ഇപ്പോഴുള്ള ഷാർജക്കാർക്ക് അറിയാം. അതിലുള്ളവർക്ക് ഓർമ്മയുണ്ട്. ഈ കുട്ടിക്ക് അവിടെ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. ഇയാളെന്റെ പോയാണ് കുട്ടിക്കാണ് അസർക്ക് അങ്ങനെ ആൾ മരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വരിക. അങ്ങനെയാണ് ഞാൻ പോണത്. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഈ ഹോട്ടലിന്റെ ഉള്ളിൽ ഒരു കള്ളിത്തുണിയും ഒരു ബനിയനാണ് ഉള്ളത്. അങ്ങനെ മരിച്ചു കിടന്ന ഹോട്ടലിലുള്ള രാവിലെ മരിച്ചു കിടന്നിട്ട് പോലീസ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി. ഇയാളെ സ്പോൺസറും പോലീസ് നല്ല ഉദ്യോഗസ്ഥനാണ്. ആ പോലീസിന്റെ ഇയാളെ സ്പോൺസറെ ഇയാളെ പാകിസ്ഥാനിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ പെങ്ങളെ മോനെ ചെറിയാന് രാത്രിയിൽ നിന്ന് തന്നെ വിളിച്ച് രാത്രിക്ക് അങ്ങനെ എന്റെ അമ്മനാണ് മരിച്ചത്. അപ്പോൾ വന്ന് പോലെ ഞാനിവിടെയാണ് ഈ കോർട്ടിൽ പോണത്. കോർട്ടിൽ പോയിട്ട് ഈ അറബിയുണ്ട്, പാകിസ്ഥാനുണ്ട്. അന്ന് പേപ്പറിന്റെ പിറ്റേന്ന് പേപ്പർ വന്നു. ഈ അറബിയോട് പറഞ്ഞാൽ അറബി അത്രയും സമൂഹം നിർദ്ദേശം അവിടെ മറവ് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ പേപ്പർ വാങ്ങിച്ചിട്ട് ആ പേപ്പറാണ് കൊടുത്തിട്ട് ഇവനാണ് പോയി മറവ് ചെയ്തത്. ഞാനിക്ക് അവസാനം പോയില്ല. അത് വേറെ 3 ആളെ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഞാൻ പോയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ വന്ന് ഈ ഹോട്ടലിൽ നിന്ന് എന്തോ പൈസ കിട്ടാണ്ട് വിറ്റാ പൈസ തരും, പൈസ ഒരു അമ്മവനാട്ടോ വന്നോ അതിലൊന്നും ഞാനവിടെ കിട്ടിയില്ല. അങ്ങനെ എന്നോട് ഇയാളെന്തോ പറഞ്ഞിട്ടുണ്ടായി. എന്നോട് 6ാമത് വിശ്വസിച്ച ആളാണ്. അങ്ങനെ പറഞ്ഞ് ഇയാള് ലാസ്റ്റ് ഈ അംസക്കാരൻ അന്ന് അംസക്കാണ് ഹോട്ടലെപ്പോഴും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഉപകാരം ചെയ്തിരുന്നു. പേപ്പറാണ് വെച്ചാൽ മാറ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നില്ലാതെ പറയില്ല. അങ്ങനെമായി ഈ അംസക്കാരന്റെ നമ്പറാണ് കൊടുത്തത്. ഈ നമ്പർ കൊടുത്ത് ഇവരെന്നെ നാട്ടുകൊണ്ട് വർത്താനായി സംസാരം ബലായി ആട്ടുകൊണ്ടല്ലോ ഇവരെന്നെ അപ്പം ചെയ്ത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പൈസ അംസക്കാർ പൈസ കിട്ടി അംസക്കാർ കൊടുത്തില്ലാന്ന് പറഞ്ഞപ്പോ ഈ അല്ലയിലുള്ള നോർക്കയിലൊക്കെ ഉള്ള സലാംഖാണ്ട് സലാംഖായി ബക്കറോടൊന്നും മരിച്ചതിലൊക്കെ ജീവനോടുണ്ട്. ഓരോ എന്നോട് വന്ന് ഒരു പഞ്ചായത്താണ് അംസന്റെ പഞ്ചായത്താണ്. അന്ന് ഞാൻ പോയി. പിന്നെ സലാംഖാൻ സ്വന്തമായിട്ട് വിഷം വന്ന് അംസൻ കണ്ട്. അന്നൊക്കെ ഈ മുസ്തഫാജിയാണ് ആളും കിട്ടും. മുസ്തഫാജിയുടെ കൂടെ മൂപ്പർ കൊണ്ടുവരുന്ന ഡ്രൈവറും മൂപ്പർ എംബുലൻസ് പണിയെടുത്ത ആളാ. മൂപ്പറിന് ജീവനോടുണ്ട്. മൂപ്പർ വിളിച്ച ആ സംഭവം എല്ലാം പറഞ്ഞു. അങ്ങനെ വന്ന് 3-5 പ്രാവശ്യം 6 പ്രാവശ്യം കഴിഞ്ഞു. ഈ പറഞ്ഞ ആള് ഇവിടുന്ന് നിയമം അറിയുന്ന ആളാണ്. 30-40 കൊല്ലം പോലീസ് പണിയെടുക്കുന്ന ഇയാള്. മൂപ്പരാണ് പല പോലീസുകാരെ കൊണ്ട് അംസനെ വിളിപ്പിച്ചിട്ടും ഒന്നില്ലാന്ന് അറിയട്ടെ. ഒന്നില് പറഞ്ഞില്ല, വീഡിയോയിൽ ഒന്നും പറഞ്ഞില്ല. അങ്ങനായി അംസ പൈസ ഇട്ടില്ല. അംസ പറഞ്ഞു കോടതിയിൽ നിന്ന് ഒരു 10 ദിർഹംസോ ഒരാൾക്ക് കൊടുക്കാണ്. കോടതിയിൽ 1000 കൊല്ലം കഴിഞ്ഞതിന്റെ രേഖ ഉണ്ടാവും. അത് ഏത് നാട്ടിലാണ് കോടതി പൈസ രേഖ ഉണ്ടാവും. ഈ വകയിൽ ഈ മനുഷ്യൻ ഇത്രയും കാലം നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. താഴെ കുടുംബത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ നല്ലോണം കവറിൽ കിടക്കുന്നത്. ഈ മനുഷ്യൻ മരിച്ച ഇയാളുടെ കേരളത്തില് ഒരു ചായ കൂടെ വേണ്ട. ഇയാളെ ഇപ്പൊ പറഞ്ഞ അജിയാർ എന്ന ആളുണ്ടല്ലോ, ഇയാളെ കൂടെ വന്ന് വേറെ ആളുണ്ട്. അയാൾ മൂപ്പർ വണ്ടിയിലെ പേര് വരുന്നത്. മൂപ്പർക്ക് ഇത് സത്യാവസ്ഥ എല്ലാം അറിയാം. മൂപ്പരോട് ചോദിച്ചാൽ അറിയാം. ഇതിന്റെ കാര്യത്തിൽ ഒരു ദിർഹംസിന്റെ ചായ 50 പൈസ ചായ 90 ചായത്തുള്ളൂ. ഞാനും വാടിച്ചോ കുടിച്ചത് അല്ലെങ്കിൽ മറ്റേ പെട്രോൾ 10 രൂപ അടുപ്പിച്ചോ. ഇത് അവരുടെ മറുപടി ഞാൻ പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ആചാരം പറയുന്നത് അത് മനസ്സിൽ വെച്ചോളി. ഈ മരിച്ച മനുഷ്യൻ കവറിൽ നല്ലോണം കിടന്നോട്ടെ അയാൾ ഇടങ്ങാറാക്കണം. അതൊക്കെ ഇവിടെ പറയാനുള്ളൂ. ഇതിനു മുമ്പ് ആ പുതിയിരുന്ന ആള് നല്ലപ്പെടുത്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് മാറുകയും ചെയ്ത് ശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗീലാൻ അവർ വീട്ടിൽ പോയി. ആളൊരു വീഡിയോ എടുത്തു. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ തിരുവനങ്ങാടി അബ്ദുള്ളക്ക് അവൻ പോയി പൂച്ചാടി. പിന്നെ ഇന്നല്ലേ നാളെ ഇത് തെളിവ് നിങ്ങൾക്ക് കൊണ്ടെത്തും.